ബിസിനസ് തുടങ്ങി. ഒരു 3 മാസം വരെയും ഹസ്ബൻഡ് മിണ്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ താലി ഊരിയതിന്റെ ചുരുക്കമായിരുന്നു. പിന്നെ വരുമാനമൊക്കെ നല്ലോണം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറയാനും പോയില്ല. ഞാൻ ഇതൊക്കെ ഒരു ഉണ്ടികയില്, നിങ്ങളുടെ അവിടെ എന്താ പറയാ, ഒരു കുടുക്കയില് ലാഭമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 മാസം ആകുമ്പോഴത്തേക്കും 1 പവന്റെ ചങ്ങല വാങ്ങി, ചെയിൻ വാങ്ങിയിട്ട്, സ്വർണ്ണ ചെയിൻ വാങ്ങിയിട്ട്, നിങ്ങൾ ചരടിൽ കോർത്തതല്ലേ, ഇതാ ചങ്ങലയിൽ കോർത്തിട്ട് നിങ്ങൾ കെട്ടിത്താന്ന് പറഞ്ഞ് പണയം വെച്ച 5000 പണയം വെച്ച ആ താലിയും വാങ്ങിയിട്ട് വന്ന് താലിമാലയിൽ കോർത്ത് താലിമാല കെട്ടിച്ച ആളാണ് ഞാൻ. അപ്പൊ ഇങ്ങനെയാണ് എന്റെ തുടക്കം. അതുകൊണ്ടാണോ എന്തോന്ന് എനിക്കറിയില്ല. ഭയങ്കര ആത്മാർത്ഥതയാണ്, വാശി ഉണ്ടായിരുന്നു. ജീവിതത്തിൽ രക്ഷപ്പെടണം എന്നുള്ള നല്ല വാശി ഉണ്ടായിരുന്നു. ആ വാശിയോടുകൂടെ തന്നെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അന്നാണ് ഭ്രമണം പ്രോഗ്രാം ആണ് വരുന്നത്. ഇന്നത്തെ പോലെ റൂബിക്ക്, സ്റ്റാറിനും സിൽവറിനും ഒന്നും നമുക്ക് റെക്കഗ്നൈസേഷൻ ഇല്ല. അങ്ങനെ ഭ്രമരം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. 2028-ലായിരുന്നു. അതില് എന്താ പറയാ, ആ പ്രോഗ്രാമിൽ 10,000 പേര് പങ്കെടുക്കുന്നു. നമ്മുടെ കമ്പനിയുടെ ഡയമണ്ട് എക്സിക്യൂട്ടീവ് നടത്തുന്ന പ്രോഗ്രാം ആണെന്നും അദ്ദേഹത്തിന്റെ ഒരു ഗോൾഡ് ഷേക്കിന്റെ കിട്ടുമെന്നും TC ആയ ആ സ്റ്റേജിൽ കയറാമെന്നും ശൈലേഷ് ബാല സാർ പറയുകയും അതിന്റെ ഭാഗമായിട്ട് എന്നെ വീട്ടിലേക്ക് വന്നിട്ട് ഞാൻ നന്നായിട്ട് പ്രൊഡക്റ്റ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്ന് ശൈലേഷ് ബാല സാർ എന്റെ വീട്ടിലേക്ക് വന്നിട്ട്, എനിക്ക് മീറ്റിങ്ങിനൊന്നും പോകാൻ കഴിയില്ലായിരുന്നു. മീറ്റിംഗ് ഒക്കെ തൃശ്ശൂരും കോഴിക്കോടൊക്കെയാണ്, പാലക്കാടൊക്കെയാണ് കമ്പനി GTS ഉണ്ടായിരുന്നത്. അവിടേക്കൊക്കെ പോകണമെങ്കിൽ എനിക്ക് നല്ല ദൂരമാണ്. വൈകുന്നേരം 3 മണിക്കാണ് മീറ്റിംഗ് തുടങ്ങുക. വീട്ടിലെത്തുമ്പോഴത്തേക്ക് 7-8 മണിയാവും. അതുകൊണ്ട് പറഞ്ഞയക്കില്ല, മീറ്റിങ്ങിനൊന്നും പറഞ്ഞു വിടാനുള്ള ഒരു സാഹചര്യം ഇല്ല, പോവാനും സാഹചര്യം ഇല്ല. അപ്പൊ സാറോട് ഞാൻ പറഞ്ഞത് ഇത്രയാണ്, മീറ്റിങ്ങിനും ട്രെയിനിങ്ങിനൊന്നും ഞാൻ പങ്കെടുക്കില്ല സാറേ, ഞാൻ നന്നായിട്ട് വിൽക്കാം, അല്ലാതെ എന്നെ എവിടേക്കും വിളിക്കരുത്, എന്നെ ഇവിടുന്ന് ആരും പറഞ്ഞു വിടില്ല, സമുദായ ചുറ്റുപാടൊക്കെ അങ്ങനെയാണ്, അതുകൊണ്ട് എന്നെ അതിനൊന്നും വിളിക്കരുത് എന്ന് പറഞ്ഞു. അവർക്ക് നന്നായിട്ട് വിറ്റു. ഞാൻ ശരിക്കും പറഞ്ഞ ഒരാഴ്ചന്റെ ഉള്ളിലൊക്കെ 50,000-ന്റെ പ്രൊഡക്റ്റ് തീർക്കും. അമ്മാതിരി റീറ്റെയിലാ പഠിക്കുക. അങ്ങനെ ഞാൻ ഒരു 6 മാസം ആകുമ്പോഴത്തേക്കും ഭ്രമരം പ്രോഗ്രാമാണ് ഞാൻ ജോയിൻ ചെയ്തതിന്റെ ആ സമയത്താണ്. 6 മാസേ ടൈമുള്ളൂ. അപ്പൊ ശൈലേഷ് ബാല സാറ് എന്തോ രാജു സാറും സജി സാറൊക്കെ പറഞ്ഞിട്ടാണെന്നറിയില്ല, ആ മാഡം നന്നായിട്ട് വിൽക്കും, വിദ്യാഭ്യാസം ഒന്നുമില്ല, എഴുതാനും വായിക്കാൻ ഞാൻ നന്നായിട്ട് വായിക്കും, എഴുതില്ല. അപ്പൊ അങ്ങനെ അറിയില്ല, അവർ പുറത്തേക്ക് വരണമില്ല, അവർക്ക് ഒരു പ്രൊഡക്റ്റ് ട്രെയിനിങ് കൊടുക്കണം സാറേ എന്ന് പറഞ്ഞപ്പോ ശൈലേഷ് ബാല സാറ് എന്റെ വീട്ടിലേക്ക് വരികയും എനിക്കൊരു ദിവസം ഇരുന്ന് പ്രൊഡക്റ്റ് ട്രെയിനിങ് തരുകയും ചെയ്തു ഒറ്റയ്ക്ക്. അങ്ങനെ ഞാൻ നന്നായിട്ട് പ്രൊഡക്റ്റ്, അദ്ദേഹത്തിന്റെ ആ ഒരു ഇതുകൊണ്ട് എന്താന്ന് എനിക്കറിയില്ല, ഇന്നേ വരെ ഒരു പ്രൊഡക്റ്റും എനിക്ക് മാറിപ്പോയിട്ടില്ല. എഴുതാനും വായിക്കാനും അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന പ്രൊഡക്റ്റിനെല്ലാം എനിക്ക് റിസൾട്ട് ഉണ്ട്. ഞാൻ ഒരു 9 പേർക്ക്, കുട്ടികളില്ലാത്ത ആളുകൾക്കൊക്കെ ഞാൻ കോംബോ ആയിട്ട് കൊടുത്തിട്ട് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. അതൊരു ഭയങ്കര അത്ഭുതമാണെന്നാണ് ഞാൻ പറയുക എപ്പോഴും. അത് എന്തുകൊണ്ടോ എനിക്കറിയില്ല, അങ്ങനെ നന്നായിട്ട് പഠിച്ചത് കൊണ്ടോ എന്തോന്ന് അറിയില്ല, നല്ല രീതിക്ക് പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് കയറി വന്നു. അങ്ങനെ കയറി വരുമ്പോഴാണ് പ്രൊഡക്റ്റുകൾ കൊടുത്തു വിട്ടതാണ് ആന്ധ്രയ്ക്ക് ചേച്ചിക്ക്. അപ്പൊ അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു 50,000 കൊണ്ടുവരാം, 50,000 എടുത്തു വെച്ചോന്ന് പറഞ്ഞു. അപ്പൊ അയ്യോ, അവര് ഹോട്ടലാണ്, അപ്പൊ അവര് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, അയ്യോ നിന്റെ പ്രൊഡക്റ്റ് ഒന്നും വെക്കാൻ ഇവിടെ സമയമില്ല, ഞങ്ങളുടെ പണിക്ക് ഞങ്ങൾക്ക് സമയമില്ല. നല്ല കച്ചവടം നടക്കുന്ന കടയായിരുന്നു. പക്ഷെ നമ്മൾ കയറി ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ അത് പൊട്ടിച്ചു. നമ്മൾ അങ്ങനെയാണല്ലോ, എവിടെ പോയാലും ആദ്യം പൊട്ടിക്കും. അത് MLA സ്റ്റൈലിന്റെ ഒരു സ്റ്റൈലാ. അപ്പൊ അങ്ങനെ ഇപ്പൊ അവര് എന്നെക്കാട്ടി മോളത്തെ റാങ്കിലാണ് ചേട്ടൻ നിൽക്കുന്നത്. NTC റാങ്കിൽ നിൽക്കുന്നു. എന്റെ ചേച്ചി STCയിൽ നിൽക്കുന്നു, സോറി RTCയിൽ നിൽക്കുന്നു, ഞാനും RTCയിൽ നിൽക്കുന്നു. ഇതാണ് ഞങ്ങളുടെ ആ ഒരു തുടക്കം എന്ന് പറയുന്നത്. അങ്ങനെ നല്ല രീതിക്ക് തുടങ്ങി. ഈ അവസരം തന്ന രാജു വളത്ത് സാർക്ക്, സജി നെല്ലിക്കൽ സാർക്ക് ഞാൻ ഈ അവസരത്തിൽ ാണ് എത്ര സ്തുതിച്ചാലും നന്ദി പറഞ്ഞാലും പോരാന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ ജീവിതം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി തന്ന ഒരു കമ്പനിയുടെ പേരാണ് MLA സ്റ്റീൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനി. ജീവിതത്തിൽ രക്ഷപ്പെടണം എന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് MLA സ്റ്റീൽ, ഈ ബിസിനസ് ചെയ്യുന്ന നിങ്ങൾക്ക് മഹാഭാഗ്യം കിട്ടി എന്നാണ് ഞാൻ പറയുക. വെറുതെ പറയുന്നതല്ല. ലേഡീസ് ആണ്, അതിന് കൊള്ളൂല, ഇതിന് കൊള്ളൂല, പരിമിതികളുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ ആ പരിമിതികളൊക്കെ മാറി നിന്നുകൊണ്ട് അതൊക്കെ നിർത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നല്ല രീതിക്ക് ഈ ബിസിനസ് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. നമ്മളെപ്പോഴും എന്താ പറയാ, പരാതികൾ പറയുന്ന ആളുകളാണ്, എപ്പോഴും പരാതികളാണ്. പരാതികളെ പറയാൻ പാടില്ല. കാരണം ഇത് നമ്മുടെ ബിസിനസ്സാണ്, ലീഡറിന്റെ ബിസിനസ് അല്ല. നമ്മൾ എത്രത്തോളം നന്നായിട്ട് ചെയ്യുന്നോ, നിങ്ങളുടെ എത്രത്തോളം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടോ അതൊക്കെ നേടിയെടുക്കാൻ ഈ ഒരു MLA സ്റ്റൈലിലൂടെ പറ്റും. അതുപോലെ അങ്ങനെ ഘട്ടം ഘട്ടമായി ഞാൻ TC കഴിഞ്ഞു. ATC ആയി ഭ്രമരം പ്രോഗ്രാമിനാണ് TC വിത്ത് പെർഫോമൻസ് ബോണസോട് കൂടെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എന്റെ ആദ്യത്തെ അച്ചീവ്മെന്റ്. അങ്ങനെ ഭ്രമരം പ്രോഗ്രാമിൽ പോയി ഗോൾഡ് ഷേക്കിന്റെ ഒക്കെ വാങ്ങി
അങ്ങനെയാണ് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ബിസിനസ് മനസ്സിലാക്കിയത്. ആദ്യമായിട്ടാണ് ഞാൻ ബിസിനസ് തുടങ്ങിയിട്ട് ഭ്രമരം പ്രോഗ്രാം TC ആയിട്ടാണ് ഞാൻ ആകെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. ഇതാണ് എന്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്. ഇപ്പൊ മിണ്ടിയ മീറ്റിംഗാ. എന്നിട്ട് എന്താ കാര്യം? അപ്പൊ ഇങ്ങനെ നമുക്ക് അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒരു സൗകര്യത്തിനൊന്നും നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടും നമ്മൾ പിടിവിടാതെ വാശിയോടെ നിന്നു. ആ ഭ്രമരം പ്രോഗ്രാം കണ്ട് ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോ എനിക്കൊരു തരിപ്പ് ഇങ്ങനെ കേറി വന്നു. നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിയത് എന്നാണ് എനിക്ക് മനസ്സിലായത് ആ ഒരു സ്റ്റേജിൽ കയറിയപ്പോ. നമുക്ക് വിദ്യാഭ്യാസം ഒന്നും വലിയ കാര്യമല്ല എന്നുള്ളത് എനിക്ക് അപ്പൊ തോന്നുകയും ചെയ്തു. കാരണം ഏതൊരു ആൾക്കും വിജയിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ മേഖല. ഇത്രയും പേർക്ക് വിജയിക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് പറ്റിയില്ല എന്നൊരു ചിന്തിക്കുകയും അങ്ങനെ അന്ന് തന്നെ ഒരു തീരുമാനം എടുക്കുകയും ചെയ്തതാണ്. ഇനി സാവിത്രിയുടെ ജീവിതത്തിൽ ഒരു ആഘോഷങ്ങളും ഇല്ല. MI ലിസ്റ്റിൽ വിജയിച്ചിട്ടേ അടങ്ങുള്ളൂ. എനിക്ക് കളിക്കാൻ പറ്റിയ പ്ലാറ്റ്ഫോമാണ് ഇത് മനസ്സിലാക്കുകയും അങ്ങനെ നന്നായിട്ട് കളിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആന്ധ്രയിൽ ടീം ഉണ്ടാക്കിയത്. ആന്ധ്രയിൽ ടീം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ലേഡീസ് വലിയ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ഒരുപാട് അച്ഛൻ ഒന്നാമത്തെ ഫ്രിഡ്ജ് പോലും ഇല്ല. അപ്പൊ അങ്ങനെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്തോരം ബുദ്ധിമുട്ടും സ്ട്രഗിളും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും എന്നുള്ളത്. പക്ഷെ അന്ന് ഞാൻ ആലോചിച്ചത് ഇത്രയേ ഉള്ളൂ, നമുക്ക് പിടിച്ചു കയറാൻ പറ്റിയ സ്ഥലമാണ്, ദൂരാണ്. നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ലീഡറോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആർക്കാണ് നഷ്ടം? ലീഡർമാർക്ക് വേറെ ആളുണ്ടാവും. എനിക്ക് ഈ ഒരു അവസരം ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിയപ്പോ ഞാൻ 3 ദിവസം ഫ്ലാസ്കിൽ വെള്ളം ചൂടാക്കി വെക്കും. അതുപോലെ പുളിങ്കറികൾ വെച്ച് വെക്കും. ഹസ്ബൻഡ് ചോറ് വെക്കാൻ പഠിച്ചത് തന്നെ ഞാൻ ആന്ധ്രയ്ക്ക് പോകാൻ തുടങ്ങിയ പിന്നെയാണ്. അദ്ദേഹം ചോറ് വെക്കും. 3 ദിവസത്തേക്കുള്ള കറികൾ മാറി മാറി വെച്ചിട്ട് പോകും ഞാൻ, കേടുവരാത്ത കറികൾ. അതായത് ഫ്രിഡ്ജൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനും പുളിങ്കറികളാണ്, പുളി ഒഴിച്ചിട്ടുള്ള കറികളാണ് വെക്കുക. ഒരു ദിവസം ലാസ്റ്റ് ദിവസം മോരും കൊണ്ടാട്ടങ്ങള്, പാലക്കാട് എന്ന് പറഞ്ഞ കൊണ്ടാട്ടമൊക്കെ ഉണ്ടാവും. പയറ് അങ്ങനത്തെ കൊളമുളക് അങ്ങനെയുള്ള ഉണക്കി വെക്കും നമ്മൾ. അതാണ് ലാസ്റ്റ് ദിവസം. ഞാൻ ആന്ധ്രയിൽ നിന്ന് ഇവിടെ എത്തുന്ന ദിവസം അതായിരിക്കും ഇവർക്ക്. അങ്ങനെ 3 ദിവസത്തേക്കുള്ള 4 ദിവസത്തേക്കുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി വെച്ച് ഫ്ലാസ്കിൽ 3-4 ദിവസത്തേക്ക് വെള്ളം ചൂടാക്കി 2-3 ഫ്ലാസ്കിലൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പക്ഷെ ആ ബുദ്ധിമുട്ടിന്റെ സുഖമാണ് ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 9 കോടി ബിസിനസ് ആന്ധ്രയിൽ നിന്ന് എനിക്കുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇത്രയും വലിയൊരു വളർച്ച ഉണ്ടാക്കാൻ ഞാൻ അന്ന് ബുദ്ധിമുട്ടിയതിന് എനിക്ക് ഇന്ന് ആന്ധ്രയിൽ ആര് പല്ല് തേച്ചാലും എനിക്ക് കാശ് വരും, ആര് കുളിച്ചാലും എനിക്ക് കാശ് വരും. ഇതാണ് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആ സിസ്റ്റത്തിൽ നിന്ന് നിങ്ങൾ എല്ലാവരും വർക്ക് ചെയ്യാൻ തയ്യാറാവുക എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരോടും. അപ്പൊ ഞാൻ പരാതികളൊന്നും പറയാറില്ല. അതുപോലെ തന്നെ ആദ്യം തന്നെ തമിഴ്നാട് പോയിട്ടാണ് ഞാനൊരു ഹോം മീറ്റിംഗ് എടുക്കുന്നത്. എനിക്ക് ഹോം മീറ്റിംഗ് എടുക്കുമ്പോ ഒക്കെ ഞാനൊരു പൊള്ളാച്ചിയിൽ ഒരു ജോയിനിങ് എടുത്തു. അങ്ങനെ ജോയിനിങ് എടുത്തിട്ട് രാജു സാറേയും സജി നെല്ലിക്കൽ സാറിനെയും കൂട്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോകുമ്പോ ഞാൻ ഇവിടുന്ന് ചോദിച്ചു, തമിഴൊക്കെ നിങ്ങൾ നന്നായിട്ട് പറയൂല്ലേ സാറേ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, പിന്നെ ഞാൻ നല്ല തമിഴ് ചൊല്ലും എന്ന് പറഞ്ഞു രാജു സാറ്. അപ്പൊ തമിഴ് നന്നായിട്ട് രാജു സാർ ക്ലാസ് എടുക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണ്ടേ, ഇവര് തൃശ്ശൂരുകാരാണല്ലോ, അപ്പൊ ഇവർക്ക് തമിഴ് അറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമ്പോ അവര് പറയും, ഓ പറയും, നിങ്ങൾ മീറ്റിംഗ് അറേഞ്ച് ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തു. അങ്ങനെ ഞാനും അവരും രാജു സാറും സജി നെല്ലിക്കൽ സാറും കൂടെ അങ്ങോട്ട് പോവുകയാണ്. ഇവിടുത്തെ ഒരു ചേച്ചിയുടെ മോളുടെ വീട്ടിലേക്കായിരുന്നു. അപ്പൊ ആ ചേച്ചിയും കൂടെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ പൊള്ളാച്ചിയിലേക്ക് എത്തിയപ്പോ എത്തുന്നവരെ ഞാൻ ഇടയ്ക്ക് ചോദിക്കേണ്ടത്, സാറേ മീറ്റിംഗ് എടുക്കുമല്ലോ അല്ലെ എന്ന് ചോദിച്ചു. പിന്നെന്താ സാവിത്രി ചേച്ചി, ഞാൻ നന്നായിട്ട് തമിഴ് പറയേ എന്ന് പറഞ്ഞു. എനിക്ക് പിന്നെയും ഡൗട്ടായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോ എല്ലാരും തമിഴന്മാരെല്ലാം നിലത്ത് ഇങ്ങനെ പായ വിരിച്ചിട്ട് ഇങ്ങനെ എല്ലാരും ഇരിക്കുക. നമ്മുടെ കേരളത്തിലത്തെ പോലെ ബെഞ്ചിലും ചെയറിലൊന്നും അല്ല, നിലത്താണ് ഇവരെല്ലാരും ചമ്രം പടിഞ്ഞിരിക്കുക. എല്ലാരും ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവര് കാറിൽ നിന്ന് ഇറങ്ങിയില്ല. ഇവര് പറഞ്ഞു, സാവിത്രി ചേച്ചി അതൊക്കെ പോയി ഒന്ന് റെഡിയാക്കൂ എന്ന് പറഞ്ഞു. ഞാൻ ഉള്ളിൽ പോയപ്പോ അവിടെ എല്ലാം റെഡിയായിരുന്നു. ലാപ്ടോപ്പ് വെക്കാനുള്ള ടേബിൾ അടക്കം റെഡിയാണ്. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു, ആ റെഡിയാണ് സാറേ വരൂ പറഞ്ഞപ്പോ, ആ സാവിത്രി ചേച്ചി കാറിലേക്ക് ഒന്ന് കേറൂ കേട്ടോ പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് കാറിലേക്ക് കയറിയപ്പോ പറഞ്ഞു, ഇവിടെ ഇരിക്കുക പറഞ്ഞു. കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ കൊണ്ട് ഇരുത്തിയിട്ട് പറഞ്ഞു, ലാപ്ടോപ്പ് കാണിച്ചിട്ട് രാജു സാറ് പറഞ്ഞു, ഇങ്ങനെ ഓരോന്ന് അമർത്തിയിട്ട് പ്രൊഡക്റ്റ് പറഞ്ഞോളാൻ പറഞ്ഞു എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ ആദ്യമായിട്ടാണ് ലാപ്ടോപ്പിനെ കാണുന്നത്, ആദ്യമായിട്ടാ സത്യത്തില്. ഹോം മീറ്റിംഗ് എടുക്കാനാ പറയുന്നത് എന്നോട്. നിങ്ങളാണെങ്കിൽ ചെയ്യോ? നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എനിക്ക് പേര് വായിക്കാൻ അറിയില്ല, ലാപ്ടോപ്പ് ഞാൻ കണ്ടിട്ടില്ല.
എല്ലാം ചുവപ്പ് പ്രൊഡക്റ്റുകളാണ്. പക്ഷെ പ്രൊഡക്റ്റ് വിറ്റ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അപ്പൊ വായിക്കാനൊന്നും അറിയില്ല. ലാപ്ടോപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് അമർത്തി ഓരോരോ പ്രൊഡക്റ്റ് വരും. പ്രൊഡക്റ്റിന്റെ എക്സ്പോർട്ട് അല്ലല്ലോ നിങ്ങള്. നിങ്ങൾ ഇത്രയും വിറ്റ ആളല്ലേ, നിങ്ങൾ പറഞ്ഞാ മതി. ഞാൻ ആകെ വിയർത്ത് വെട്ടി വിയർത്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലേ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്നെ കൊണ്ടുപോയിട്ട് കുട്ടിക്കിന്ന് തന്നെ പറയാം, കുട്ടിക്കിന്ന് പറയാം. പിന്നെ എടുക്കാതെ നിവർത്തിയില്ല. ഞാൻ പടച്ചോനെ കാത്തോളി എന്ന് പറഞ്ഞിട്ട് ഈ ലാപ്ടോപ്പും കൊണ്ടുപോയിട്ട് ഇവര് പറഞ്ഞു തന്ന സ്വിച്ചിൽ ഇങ്ങനെ അമർത്തിയിട്ട് ഓരോ പ്രൊഡക്റ്റ് നമുക്ക് ഓരോ ചിഹ്നം വെച്ചിട്ടുണ്ട്. എനിക്ക് വായിക്കാനൊന്നും അറിയാത്തത് കൊണ്ട് എനിക്ക് ഓരോ പ്രൊഡക്റ്റിനും ബ്ലഡ് പ്യൂരിഫയറിനും ലിവാഗൈനും ഒക്കെ ഓരോ ചിഹ്നമാണ് ഞാൻ എപ്പോഴും മൈൻഡിൽ വെക്കുക. ആ പേര് നമുക്കറിയാലോ. അങ്ങനെ എല്ലാം ഓർമ്മകളിലാണ്, എല്ലാം ഞാൻ മൈൻഡിലാണ്. എഴുതി വെക്കാറില്ല ഞാനൊന്നും. ഇപ്പോഴും എഴുതി വെക്കാറില്ല ഒരു കാര്യം. ഇപ്പൊക്കെ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ശരിയാവില്ല. അപ്പൊ ഇങ്ങനെയാ പടച്ചോനെ കാത്തോളം പറഞ്ഞിട്ട് ആദ്യമായിട്ട് അങ്ങോട്ട് തമിഴൊന്നും അറിയില്ല, ഒരു പൊട്ട തമിഴൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെയോ കഴിച്ചലായി അവിടെ. മനസ്സിലായോ? നല്ല കച്ചവടമൊക്കെ കിട്ടി, റീറ്റെയിലൊക്കെ നന്നായിട്ട് കിട്ടി. ഇപ്പോഴും പൊള്ളാച്ചിയിൽ എന്റെ കസ്റ്റമർ ഉണ്ട്. ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടില്ല, അവിടെ ഒന്നും ആക്കാൻ പറ്റിയില്ല. പക്ഷെ അന്നത്തെ കസ്റ്റമർ ഇപ്പോഴും ഉണ്ട്. അങ്ങനെയാണ് ഞാൻ ഹോം മീറ്റിംഗ് എടുക്കാൻ പഠിക്കുക. നിങ്ങളൊക്കെ ആരെങ്കിലും അങ്ങനെയാ ഹോം മീറ്റിംഗ് എടുക്കാൻ പഠിച്ചത്? ഞാൻ ഇങ്ങനെയാ പഠിച്ചത്. മനസ്സിലായ? അപ്പൊ എന്നിട്ട് ഞാൻ ഈ എന്റെ ലീഡർമാരെ ഇന്നതേ പറയാന്നില്ല, എന്ത് പണി ഞങ്ങളെ കാട്ടി. അത് കാരണം ഞങ്ങളിപ്പോ ഹോം മീറ്റിംഗ് എടുക്കാൻ പഠിച്ചില്ലേന്ന്. അതിനുശേഷം ഇന്നേ വരെ ഞാൻ ഹോം മീറ്റിങ്ങുകള് നല്ലോണം ഹോം മീറ്റിംഗ് എടുക്കും, നല്ല രീതിക്ക് എടുക്കുന്നതാണ് പറയാനുള്ളത്. അതാണ് എന്റെ ആദ്യത്തെ ഹോം മീറ്റിംഗ്. അതിനുശേഷം എന്റെ ലീഡർമാരെ കൊണ്ടുപോയി ഞാൻ ഒരു വർക്ക് പോലും എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ ആന്ധ്രയിൽ ഞാൻ പോയി വർക്ക് എടുക്കാൻ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് സജീവ് നെല്ലിക്കൽ സാറ് വരും. ഇപ്പൊ STC-യിലാണ് നിൽക്കുന്നത് അദ്ദേഹമാണ് വരിക. അത് എന്റെ കൂടെ തുണക്കി. അദ്ദേഹത്തിന് പ്ലാൻ അറിയും, എനിക്ക് പ്ലാൻ അറിയില്ല. അദ്ദേഹത്തിന് തെലുങ്ക് അറിയില്ല, എനിക്ക് തെലുങ്ക് അറിയും. ഇങ്ങനെയാണ് ഞങ്ങളുടെ ഒരു കോംബോ. അങ്ങനെ ഞങ്ങൾ ആന്ധ്രയിൽ പോയിട്ട് അദ്ദേഹം പറയുന്നത് കേട്ട് ഞാൻ പ്ലാൻ പറയും തെലുങ്കിൽ. അങ്ങനെയാണ് അവിടെ ടീം ഉണ്ടാക്കിയത്. ഒരു വർഷം സമയമൊക്കെ എടുത്തു അവിടെ ചേച്ചീനെയും ഏട്ടനെയും ATC DTC ഒക്കെ ആക്കാന്. അങ്ങനെ അവരുടെ കടയും പൂട്ടിച്ച് DTC ആക്കി കൊടുത്തിട്ട് അവിടുന്ന് നമ്മൾ എന്ത് ചെയ്തു, പതുക്കെ അവർക്ക് ഓരോരോ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. കോവിഡ് വരുന്നു, പിന്നെ ആയതൊക്കെ രാജു സാറാണ് ആ ഭാഗം നോക്കുന്നത്. ഇപ്പൊ ഞാൻ കേരളത്തിൽ തന്നെ പല സ്ഥലത്തും ടീം ഉണ്ടാക്കി അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇതാണ് എന്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പൊ എനിക്ക് എല്ലാവരോടും പറയാനുള്ള കാര്യം എത്രയാണ്, നമ്മൾ ഒന്നിനും പേടിച്ച് നിൽക്കരുത്. നമുക്ക് പറ്റും, മറ്റുള്ളവർക്ക് പറ്റുമെങ്കിൽ നമുക്കും പറ്റും. സാവിത്രി മാഡത്തിന് പറ്റുമെങ്കിൽ എന്റെ മുന്നിൽ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും പറ്റും. ഇത് നമുക്ക് കഴിവുണ്ട് നീ. നമ്മുടെ കഴിവുകളൊക്കെ ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുക. നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾക്ക് ഈ പെണ്ണുങ്ങൾ ഈ കഴിവൊക്കെ ഉപയോഗിക്കുന്നു. കുശുമ്പ് പറയാനും കുനിട്ട് പറയാനും. ഓള് നല്ല ചുരിദാർ ഇട്ടിട്ട് ഇതിലേ പോയല്ലോ, ഏടയ്ക്ക് പോയി. ഇങ്ങനെ നമ്മൾക്ക് ഓരോരോ കാര്യങ്ങൾ, മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാനും മറ്റുള്ളവരുടെ കുറ്റം പറയാനൊക്കെയാ നമ്മൾ സമയം കണ്ടെത്തുന്നത്. സത്യത്തിൽ അതിലൊക്കെ കഴിവ് തന്നെയാണ്. പടച്ചോൻ എല്ലാവർക്കും കഴിവ് തന്നിട്ടുണ്ട്. ആ കഴിവ് എവിടെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അത് MLA ലിസ്റ്റിന് വേണ്ടി നിങ്ങൾ ഉപയോഗപ്പെടുത്തിയ തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ ഓരോരോ റാങ്ക് ആന്ധ്രയിൽ പോയി ടീം ഉണ്ടാക്കിയപ്പോ അവര് ATC ആയപ്പോ ഞാൻ DTC ആയി, അവര് DTC ആയപ്പോ ഞാൻ ZDC ആയി. എങ്ങനെ എന്ത് ചെയ്തു. വർക്കിന് ഞാൻ എപ്പോഴും എന്റെ അപ്ലൈ ലീഡർ ഞാൻ വിളിക്കാറില്ല. കാരണം തൃശ്ശൂരാണ് അവരുള്ളത്, ഞാൻ പാലക്കാടാണ്. ഓരെ വിളിച്ച് കൂട്ടി അവരെ വരുമ്പോഴത്തേക്ക് ഇവര് പോകും, നമ്മളെ റെഡിയാക്കി വെച്ചവര് പോകും. അപ്പൊ ഞാൻ 1-2 തവണയൊക്കെ ഞാൻ അങ്ങനെ വിളിച്ചു നോക്കിയപ്പോ ഇന്നിപ്പൊ അവർക്കും പെട്രോൾ ചെലവ്, നമുക്കും റിസ്ക്. ഇവര് വരുന്നവരെ നമ്മുടെ നെഞ്ഞത്ത് തീയ, ഇവരെ പിടിച്ചു നിർത്തണം. ഓരവിടെ എത്തിയെന്ന് അറിയണം. എന്നിട്ട് ഓര് വരുമ്പോഴത്തേക്ക് ഇവര് എസ്കേപ്പ് ആവും. അങ്ങനെ നമുക്ക് 1-2 വർക്ക് കണ്ടപ്പോ എനിക്ക് തോന്നി ഞാൻ തന്നെ വർക്ക് എടുത്തപ്പോ എന്താ കുഴപ്പം. അങ്ങനെ ഞാൻ പ്ലാൻ പറയാൻ പഠിച്ചത് എങ്ങനെയാന്ന് ചോദിച്ചാൽ പാലക്കാട് GTS സെന്ററിലേക്ക് പിന്നെ തൊട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ GTS സെന്ററിൽ പോകുമ്പോ എല്ലാ ആഴ്ചയും ചൊവ്വാഴ്ചയാണ് അവിടെ മീറ്റിംഗ് ഉള്ളത്, GTS ഉള്ളത്. ഇപ്പോഴും ചൊവ്വാഴ്ച തന്നെയാണ്. അപ്പൊ ആ ചൊവ്വാഴ്ചകളിൽ ഒരാഴ്ച, തിങ്കളാഴ്ച മുതൽ പിറ്റത്തെ ചൊവ്വാഴ്ച വരെ ഞാൻ എല്ലാരെയും വിളിക്കും. എല്ലാരും വരാന്ന് പറയും മീറ്റിങ്ങിന്. അങ്ങനെ ഞാൻ എന്ത് ചെയ്യും, 10-12 ആളെയൊക്കെ ആക്കി റെഡിയാക്കി വെക്കും. എല്ലാരും ഫോൺ നമ്പർ വാങ്ങും. ഒരു ഫോണ് നേരത്തെ ഉണ്ടായിരുന്നില്ല, അടവിനാണ് ഒരു ഫോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നോക്കിയ എന്ന് പറയുന്ന ഒരു സെറ്റ് അടവിനാണ് വാങ്ങിക്കൊടുത്തത് ആദ്യമായിട്ട് ഹസ്ബൻഡിന്. ഈ ബിസിനസ് ആദ്യം എടുത്തതും സ്വർണം മാലയാണ്. അങ്ങനെ താലി കോർത്ത് കെട്ടി. രണ്ടാമത് എടുത്തത് മൊബൈലാണ്, അത് അടവിനാണ് എടുത്തത്. ഒന്നിച്ചെടുക്കാൻ കാശുണ്ടായിരുന്നില്ല. നമുക്ക് പേടിയില്ലല്ലോ, നമ്മൾ ബിസിനസ്സുകാരായില്ലേ. അങ്ങനെ പേസ്റ്റ് ഒക്കെ വെക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു ധൈര്യത്തിൽ അടവിന് വാങ്ങിക്കൊടുത്തു. അതാണ് എന്റെ ആദ്യത്തെ ഒരു ഇത്. പിന്നെ ഞാൻ
TVS എന്ന് പറയുന്ന ഒരു വണ്ടി എടുത്തു. അത് ഹസ്ബൻഡിന് ഓട്ടാൻ കൊടുത്തു. എനിക്ക് ഓട്ടാൻ അറിയില്ല, ഓട്ടിക്കാൻ സമയമില്ല, പഠിക്കാൻ നേരമില്ല. അപ്പൊ അതുകൊണ്ട് ഓട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ഓട്ടുമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് നമുക്ക് എവിടെയെങ്കിലും പെട്ടെന്ന് പോകാനും വർക്കിന് പോകാനൊക്കെ TVS ആണ് ആദ്യമായിട്ട് എടുത്തത്. എന്റെ സ്ലൈഡൊക്കെ ഉണ്ട്. ഇപ്പൊ ലാപ്ടോപ്പ് ഇത്തിരി വൈകിയത് കൊണ്ടാണ് ഞാൻ പുറത്തുനിന്ന് വർക്ക് കഴിഞ്ഞപ്പോ എത്തണേ ഉണ്ടായിരുന്നുള്ളൂ. മാഡം വിളിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. സത്യത്തിൽ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ഡേറ്റ് തന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാഡത്തോട് ഒന്ന് ഇത്തിരി നേരത്തെ വിളിച്ചെന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തണമെന്ന്. അപ്പൊ ഞാന് വർക്കിലായിരുന്നു. കഴിഞ്ഞ് വരുമ്പോ ഒരു പൂരത്തിന്റെ ബ്ലോക്കിൽ പെട്ടിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് മാഡം വിളിക്കുന്നത്. മാഡം കയറണം എന്ന് പറഞ്ഞ്. അതാണ് അവിടുന്ന് വീട്ടിലേക്ക് വരാനുള്ള സമയമാണ് നിങ്ങളോട് 5 മിനിറ്റ് ചോദിച്ചത്. ഓടി വന്നിരുന്നത് കൊണ്ട് എന്റെ സ്ലൈഡ് ഒന്നും റെഡിയാക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ സ്ലൈഡ് കാണിക്കുകയായിരുന്നു. എന്റെ ആദ്യത്തെ വണ്ടി, എന്റെ ഒരു ആദ്യത്തെ അച്ചീവ്മെന്റ് ആയിരുന്നു അത്. അങ്ങനെ ഘട്ടം ഘട്ടമായി പിന്നെ ഞാനൊരു വെസ്പ എന്ന് പറയുന്ന ഒരു വണ്ടി എടുത്തു. അതിനുശേഷം ഞാനിപ്പോ കഴിഞ്ഞ വർഷം ഹസ്ബൻഡിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വണ്ടി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റി. ജനുവരിയിൽ ഞാൻ കാർ എടുത്തിട്ട് ഇനി ആള് കീവ് അടിച്ച് ചാവണ്ട എന്ന് കരുതിയിട്ട് ആൾക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് ഒരു വണ്ടി വേറെ കൊടുത്തിട്ടുണ്ട്. മകന് വണ്ടി. അങ്ങനെ എല്ലാവർക്കും വീട്ടിൽ ഓരോരുത്തർക്കും ഓരോരോ വണ്ടിയാണ് ഗിഫ്റ്റ് ആയിട്ട് ഞാൻ എപ്പോഴും കൊടുക്കാറ്. ഒരു മിഠായി പോലും പിറന്നാളിന് എന്റെ മക്കൾക്ക് മിഠായി വാങ്ങാൻ പോലും കാശില്ലാത്തത് കൊണ്ട് പിറന്നാളാണെന്ന് പറയണ്ട സ്കൂളിൽ എന്ന് പറയും. എന്റെ മക്കൾ ഒരുപാട് കരഞ്ഞിട്ട് പോയിട്ടുള്ള സമയങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ അവർക്കൊരു ബർത്ത്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് ഗിഫ്റ്റുകൾ കൊടുക്കുന്നത് വണ്ടികളും സ്വർണങ്ങളും ഒക്കെയാണ്. അപ്പൊ അത്തരത്തിലേക്ക് മാറ്റാൻ ഈ ബിസിനസ് എന്നെ സഹായിച്ചിട്ടുണ്ട്. എന്റെ ലീഡേഴ്സും അതിന് സഹകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് ഘട്ടം ഘട്ടമായി ഞാൻ വളർന്ന് ഇപ്പൊ RTC എന്ന് പറയുന്ന ഒരു റാങ്കിൽ നിൽക്കുന്നു. ഇനി MTC ആണ് അടുത്തത് എന്റെ ഒരു ലക്ഷ്യം. ഇനി നല്ല ഒരു കാറും കൂടെ വാങ്ങണം. ഈ കാറ് മകന് കൊടുക്കണം. ചെറിയൊരു കാറാണ് വാങ്ങിയിട്ടുള്ളത്. ഇപ്പോഴും ഡ്രൈവിംഗ് പഠിച്ചിട്ടില്ല. ഡ്രൈവിംഗ് പഠിക്കാൻ നേരവുമില്ല. ഇപ്പൊ ടീമൊക്കെ ആയി. ആ ടീമിന് സഹായിക്കാൻ പോണം. പിന്നെ വയസ്സൊക്കെ 55 വയസ്സൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ വേണോ വേണ്ടേ എന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. ഇനി ഒരു ഡ്രൈവറെയൊക്കെ വെക്കാം എന്നാണ് മക്കളൊക്കെ പറയുന്നത്. ഇനിയിപ്പൊ അമ്മ റിസ്ക് ഒന്നും എടുക്കാൻ നിൽക്കണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും ഒരു MTC ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഡ്രൈവറെയൊക്കെ വിളിച്ച് കൊണ്ട് പോണം എന്നൊക്കെയാണ് ആഗ്രഹം. ഒരുപാട് സ്വപ്നങ്ങൾ ഇനിയും ഉണ്ട്. കടങ്ങളൊക്കെ ഇപ്പൊ മേടിയിട്ടേ ഉള്ളൂ. കടങ്ങളൊക്കെ തീർന്ന് ലൈഫ് ഇനി എൻജോയ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഇനിയാണ് അസറ്റൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അത്യാവശ്യം നല്ല വരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനിയും നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും റീറ്റെയിൽ വിട്ടിട്ടില്ല. റീറ്റെയിൽ ഒരു കലയാണ്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ഇഷ്ടപ്പെട്ട് ചെയ്യാം. ആദ്യം എല്ലാരും ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗാണ്, ആദ്യം നമ്മൾ വിചാരിക്കും പെട്ടുന്ന്. ശരി തന്നെയാണ്. ഹലോ, ആരാ മ്യൂട്ട് ഓൺ ആയിണ്ട്? ഹലോ. സംസാരിച്ചോളൂ. എല്ലാരും ഈ ഒരു ബിസിനസ്സിൽ പെട്ടു എന്നാണ് വിചാരിക്കുക. സത്യത്തിൽ പെട്ടു തന്നെയാണ് പറയേണ്ടത്. 3 പടലാണ് നമ്മൾ ഈ ബിസിനസ്സിൽ പെട്ടിട്ടുള്ളത്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഇഷ്ടപ്പെട്ടു ഈ ബിസിനസ്സിനെ, പിന്നെ കഷ്ടപ്പെട്ടു, പിന്നെ രക്ഷപ്പെട്ടു. ഇതാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യാം, പെട്ടു എന്ന് വിചാരിക്കാതെ അതിനെ ഇഷ്ടപ്പെടുക, ഈ ബിസിനസ്സിനെ ഇഷ്ടപ്പെടുക, എന്നിട്ട് കഷ്ടപ്പെടുക. അപ്പൊ നിങ്ങൾ രക്ഷപ്പെടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അതാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ചെയ്തതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നതും. ലേഡീസ് ആണ്, ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും പരാതികളും പരിഭവങ്ങളും കുറ്റങ്ങളും കേട്ട് വളർന്നിട്ടുള്ള നമ്മളാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ അവസാനത്തെ ബസ്സാണ് ഇത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. MLA സ്റ്റൈല് ഇതിൽ കുറവുകളില്ല, മികവുകളേ ഉള്ളൂ. നമ്മളൊരു ഡോക്ടർ ആവുകയല്ലേ ചില സമയത്ത്, എന്തൊരു ആത്മതൃപ്തിയാണ് അറിയോ എനിക്ക് ഈ ബിസിനസ് ചെയ്യാൻ. ഞാൻ പണത്തിന് വേണ്ടി പിന്നെ ഞാൻ ഈ ബിസിനസ്സിന് പണത്തിന് വേണ്ടിയല്ല, വാശിക്കാണ് ചെയ്തതെങ്കിൽ പോലും ഞാൻ ഇഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുക. എത്ര സമയം ഞാൻ വേണമെങ്കിലും സംസാരിക്കും. എന്റെ എന്താ പറയാ, എന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒക്കെ പറയും, മാഡം ഏത് രാത്രിയാണെങ്കിലും എന്ത് ചോദിച്ചാലും അപ്പൊ ഉടനെ മറുപടി പറയും. എങ്ങനെയാ മാഡം കഴിയുന്നത് ചോദിക്കും എപ്പോഴും. ഞാൻ പറയും, ഇതേ എന്റെ ബിസിനസിന് വേണ്ടിയല്ല ഞാൻ ചെയ്യുന്നത്, ഇത് എന്റെ നെഞ്ചത്ത് കയറിയിട്ടുള്ള സാധനമാണ്. ഇത് ഇറങ്ങൂല. ഇത് ഏത് സമയത്ത് അങ്ങനെ തന്നെ നിൽക്കുന്ന പറയാ. ഏത് സമയം ഭയങ്കര എനർജി ആയിരിക്കും എനിക്ക്. നന്നായിട്ട് വർത്താനം പറയും. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഒരു കാര്യം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം തോന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്കും അസുഖങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഇത് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടായിരിക്കാം എന്താന്ന് എനിക്കറിയില്ല. ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ചെയ്യുന്നത് കൊണ്ടാണോ എനിക്ക് ഇത്ര എനർജി എന്നൊന്നും എനിക്കറിയില്ല.
പക്ഷെ സത്യത്തിൽ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ ബിസിനസ് എന്നുള്ളതാണ്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുടെ അസുഖം മാറ്റാൻ നമ്മൾക്ക് പറ്റുന്നു, നമ്മുടെ അറിവ് കൊണ്ട് പറ്റുന്നു എന്നുള്ളത് ഈ MLA മാത്രം പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് നമ്മൾ ഒരു അവസരം കൊടുക്കുന്നു. അവരുടെ കുടുംബത്തിലേക്ക് ഒരു 500 രൂപയോ 1000 രൂപയോ വരുമാനം എത്തിക്കാൻ എനിക്ക് പറ്റുന്നു എന്നുള്ളതാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് ഈ ബിസിനസ്സിൽ എന്ന് പറയുന്നത്. വരുമാനം കാശൊക്കെ ഈ ബിസിനസ് തന്നെ ചെയ്തുണ്ടാക്കണം എന്നില്ല നീ, അത് ഏത് ചെയ്താലും നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ നമുക്കൊരു ആത്മതൃപ്തിയും സന്തോഷവും സമാധാനവും ലൈഫും 3 തലമുറയ്ക്കുള്ളത് പണിയാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒട്ടനവധി ആളുകളുടെ എന്താ പറയാ പ്രാർത്ഥനയാണ് നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്. ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാനും കഷ്ടപ്പെടാനും എനിക്ക് പ്രചോദനമായി മാറുന്നത് ആ ഒരൊറ്റ ചിന്തയാണ്. ചില സമയത്ത് നമ്മൾ പലർക്കും ഡോക്ടർ ആവുന്നു, ചില സമയത്ത് നമ്മൾ പലർക്കും ടീച്ചർ ആവുന്നു, ചിലർക്ക് നമ്മൾ മുതലാളിയാവുന്നു, ചില സമയം ചില ആളുകൾക്ക് നമ്മൾ ദൈവമായി മാറുന്നു. ഇതാണ് നമ്മൾ ഈ MLA ചെയ്യുന്നതിന്റെ ഏറ്റവും 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 ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം. കാരണം ഒരു മനുഷ്യന് നമ്മളൊക്കെ സത്യത്തിൽ മരിച്ചു കഴിഞ്ഞ ഒരു പോസ്റ്റ് അല്ലെ, ഈ പണ്ട് അതുമില്ല. ഇപ്പൊ പിന്നെ ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞ ഒരു സ്റ്റിക്കറും പോസ്റ്ററൊക്കെ നമ്മുടെ പുറത്തൊക്കെ ഒട്ടിക്കുന്നുണ്ട്. അതുതന്നെ മാത്രം പോസ്റ്റ് വരേണ്ട ആളുകളായിരുന്നു നമ്മളൊക്കെ MLA വന്നിട്ടില്ലെങ്കിൽ. ഇപ്പോഴോ നമ്മുടെ എന്തെല്ലാം സൈസ് ഫോട്ടോകൾ, എന്തെല്ലാം അച്ചീവ്മെന്റുകൾ, എന്തെല്ലാം ആഗ്രഹങ്ങളല്ലേ. നമ്മൾ എപ്പോഴും വീട്ടിൽ കറിക്ക് കുറ്റം പറയുക, ഉപ്പ് കൂടി മുളക് കൂടി, നീ ചെയ്തത് പറ്റിയില്ല, തുണി അലക്കിയതിൽ അഴുക്ക് പോയില്ല, അയൺ ചെയ്തതിൽ ചുളുക്ക് വീണിട്ട് നിവർന്നില്ല, ഇങ്ങനെ മക്കളുടെ കുറ്റം, ഭർത്താവിന്റെ കുറ്റം, അമ്മയുടെ കുറ്റം, അച്ഛന്റെ കുറ്റം ഒക്കെ എന്നും വാങ്ങുന്ന ആളുകളാണ് നമ്മള്. എന്നെങ്കിലും ഒരു നല്ല വാക്ക് നീ വെച്ച് നന്നായിട്ടുണ്ടടീന്ന് നമ്മുടെ ഭർത്താക്കന്മാർ നമ്മളോട് പറയാറില്ല. അറിഞ്ഞാൽ പോലും ഉണ്ടെങ്കിൽ പോലും പറയാറില്ല. അങ്ങനെ ശീലിച്ച നമ്മൾക്ക് ഇങ്ങനെ ഒരു സ്റ്റേജിൽ കയറി നമ്മളെ മേഡം എന്ന് വിളിക്കുക, സാർ എന്ന് വിളിക്കുക, പലരെയും കൊണ്ട് വിളിപ്പിക്കുക, അതുപോലെ തന്നെ അച്ചീവ്മെന്റുകൾ വാങ്ങുക, അംഗീകാരങ്ങൾ വാങ്ങുക, എന്തൊരു സുഖം അല്ലേ. മനസ്സുഖം, ഒരു സുഖം അല്ലേ, നല്ല സുഖല്ലേ അതൊക്കെ, എന്ത് രസം അല്ലേ. അപ്പൊ നമുക്കൊരു തൃപ്തിയും സന്തോഷമൊക്കെ വരില്ലേ. നമ്മുടെ പോസ്റ്റ് തന്നെ നമ്മൾ കാണുക, നമ്മുടെ പോസ്റ്റിന് കുറെ ലൈക്കുകൾ വരിക, ഇതൊക്കെ നമ്മൾ ചെലവില്ലാത്ത സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് വരികയല്ലേ. ഞാൻ എപ്പോഴും പറയും എന്താ പറയാ, അന്നൊക്കെ സിനിമയ്ക്ക് വരുന്നോ, അല്ലെങ്കിൽ എന്താ പണ്ടൊക്കെ ഓരോരുത്തരിങ്ങനെ പോകുമ്പോ ചോദിക്കും പൂരത്തിന് വരണോ, സിനിമയ്ക്ക് വരണോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് അതിനൊന്നും സമയമില്ല. ഒന്നാമത്തെ പൂരത്തിന് കൊണ്ടുപോയ മക്കളെയും കൊണ്ടുപോയ എന്തെങ്കിലും വാങ്ങണ ഈ കാശ് വേണ്ടേ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആരും പൂരത്തിന് പോകാറില്ലായിരുന്നു. അപ്പൊ അതേപോലെ സിനിമയ്ക്ക് പോകാൻ കാശ് വേണ്ടേ. അപ്പൊ കാശ് ചെലവാക്കുന്ന ഒരു പരിപാടിക്ക് ഞാൻ പോകാറുണ്ടായിരുന്നില്ല പണ്ട്. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ഇല്ലപ്പോ ഞാൻ അവരോട് പറയും എനിക്ക് കാശില്ലാത്തൊരു സുഖം കിട്ടും എന്ന് പറയും. അതെന്ത് സുഖാ ചോദിക്കും എന്നോട്. ഞാൻ പറയും നല്ല ഉരുകിയ ചെരുപ്പ് ഞാനോട്, എന്നിട്ട് ഞാനത് കുറെ നേരം നടക്കും, എന്നിട്ട് അതങ്ങോട്ട് ഊരി വെച്ചാൽ ഉണ്ടാവുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അത് 10 പൈസ ചെലവില്ലാതെ ഞാൻ അനുഭവിക്കുന്ന സുഖമായിരുന്നു. സത്യം സത്യം, നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കില്ല. നല്ല ഇറുക്കുള്ള ചെരുപ്പിട്ടിട്ട് നിങ്ങൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അതൊന്ന് അയച്ചു നോക്കിയേ, എന്തൊരു സുഖമായിരിക്കും അറിയോ. 10 പൈസ ചെലവില്ല. ഇതായിരുന്നു എന്റെ സുഖം എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു മേഖലയാണ് MLA. നമ്മൾ ഒരു വാശിയോടെ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. നമ്മുടെ അപ്ലൈൻ ലീഡർക്ക് നമ്മളെ വേണമെന്നില്ല, നമ്മൾ തന്നെ വേണമെന്നൊന്നും നിർബന്ധമില്ല. നമ്മളെ കുറെ പറഞ്ഞു നോക്കും, കുറെ എന്താ പറയാ മീറ്റിങ്ങുകളും ട്രെയിനിങ്ങുകളും അറ്റൻഡ് ചെയ്ത് നോക്കും. എന്നിട്ടും നിങ്ങൾ എന്നും വിളിക്കുമ്പോ പരാതിയും പരിഭവങ്ങളും പറയുകയാണെങ്കിൽ ആ ലീഡർ വേറെ ആളെ നോക്കുന്നേ. അദ്ദേഹത്തിന് രക്ഷപ്പെടണ്ടേ, നിങ്ങളിലൂടെയാണ് അദ്ദേഹം ചിലപ്പോൾ രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടാവുക. പക്ഷെ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ നിങ്ങൾ കാരണക്കാരി ആയില്ലെങ്കിൽ അദ്ദേഹത്തിന് ആവശ്യമുള്ള ആളുകൾ അദ്ദേഹം കണ്ടെത്തും. അപ്പൊ അവർക്കല്ല ഈ നമ്മൾ ബിസിനസ് ചെയ്യണം എന്നുള്ളത് അത്യാവശ്യം. പിന്നെ ആർക്കാ, പിന്നെ കമ്പനിക്കാണോ? MLA നമ്മൾ തന്നെ ബിസിനസ് ചെയ്യണം എന്ന് നിർബന്ധം എന്തെങ്കിലും ഉണ്ടോ? MLA നമ്മൾ എപ്പോഴെങ്കിലും വിളിക്കാറുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ തന്നെ ചെയ്താലേ ഉള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് എന്ത് വേണം? ഹലോ, നമ്മൾ തന്നെ ഉള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മൾക്ക് എന്ത് വേണം? എപ്പോഴും ഉണ്ടാവണം എന്നുള്ളതാണ്. നമുക്ക് വിചാരിച്ചാൽ വിജയിക്കാൻ പറ്റും. നമ്മൾ എന്താണോ വിചാരിക്കുന്നത് ആ വിചാരിച്ചതിലേക്ക് എത്തിക്കാൻ ദൈവം നമ്മുടെ കൂടെ നിൽക്കുന്ന പറയുക. ദൈവത്തിന് എപ്പോഴും ചന്ദനത്തിരിയും കുന്തിരിക്കത്തിന്റെ മണം അല്ല ഇഷ്ടം.
വേർപ്പിന്റെ മണം തന്നെയാണ്. ആരാണോ കഷ്ടപ്പെടുന്നത്, ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെടുന്നത്, അവൻ എന്ത് ചെയ്യുന്നുണ്ട്, അവൻ എന്ത് കൊടുക്കണം എന്നുള്ളത് ദൈവത്തിന് അറിയാം. അത് അതാത് സമയത്ത് നിങ്ങളിലേക്ക് എത്തിച്ചേരും. നിങ്ങൾക്ക് ഇപ്പോഴും പരാതികളും പരിഭവങ്ങളൊക്കെ കോള് വരികയാണ്. പരാതികളും പരിഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ അതിനെയൊക്കെ മാറ്റി വെക്കുക. 1 or 2 വർഷം നിങ്ങൾ നിങ്ങളുടെ അപ്ലൈൻ ലീഡർ എന്താണോ പറയുന്നത് അത് നിങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോവുക. വിജയിച്ച ആളുകളുടെ പാത പിന്തുടരുമ്പോഴാണ് നമ്മൾക്ക് വിജയം എന്ന് പറയുന്നത് ഉണ്ടാവുക. നമ്മുടെ ആഴ്ചകളിൽ ടാർഗറ്റ് നമുക്ക് വെക്കും, നമ്മുടെ ടീം ബേസിൽ വെക്കും. ശരിക്കും ഒരു ബിസിനസ് എന്റർപ്രണർ ആവണമെങ്കിൽ നമുക്ക് പ്ലാനിങ്ങുകൾ വേണം, പദ്ധതികൾ വേണം. എന്നാൽ നമ്മൾ സാധാരണക്കാരായ ആളുകളാണ്. നമുക്ക് ബിസിനസ് ഒന്നും പരിചയമായിട്ടല്ല നമ്മൾ MLS തുടങ്ങിയത്. അതുകൊണ്ട് നമ്മൾ ബിസിനസ് പഠിക്കണം. പഠിച്ചാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. അപ്പൊ ആ ബിസിനസ് മൈൻഡ് സെറ്റിലേക്ക് മാറുമ്പോഴത്തേക്കും നമുക്കൊരു പ്ലാനും പദ്ധതിയും ഗോളുകളും അച്ചീവ്മെന്റും ഒക്കെ കിട്ടാൻ നമ്മൾക്ക് ആദ്യം അറിയില്ല. നമുക്ക് പ്ലാൻ ചെയ്യാൻ അറിയില്ല. പക്ഷെ നമ്മുടെ ടീം എന്ത് ചെയ്യും, നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്യും. നിങ്ങളുടെ അപ്ലൈൻ ലീഡർ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും, പ്ലാൻ ചെയ്യുന്നുണ്ടാവും. ആ പ്ലാൻ നിങ്ങൾക്ക് അറിയിക്കുന്നുണ്ടാവും. ഓരോരോ ആഴ്ചത്തെ ടാർഗറ്റും ആ പ്ലാനിന്റെ ഭാഗമാണ്, വിജയത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ ഒറ്റയടിക്ക് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു റാങ്കിലേക്ക് എത്താൻ കഴിയില്ല. ഓരോരോ ഘട്ടമായിട്ട് വേണം നമ്മൾ ഒരു അടുത്ത റാങ്ക് എന്ന് നമ്മൾ മുന്നോട്ട് പോകാന്. ഒരു റാങ്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത നെക്സ്റ്റ് റാങ്ക്. പിന്നെ നമ്മളൊന്നും എന്ത് ചെയ്യരുത്, എപ്പോഴും പാസ്റ്റിനെ കുറിച്ച് പറയുന്ന ആളുകൾ ഉണ്ടാവും. കുറെ പേര് കഴിഞ്ഞതിനെ കുറിച്ച് തന്നെ പറയും. എന്തെങ്കിലും ഗുണമുണ്ടോ? കഴിഞ്ഞ കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ട് എന്ത് ഗുണം നമുക്ക് ഉണ്ടാവുക? നടക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിലോ നമുക്ക് ഗുണം ഉണ്ടാവില്ലേ? അപ്പൊ എപ്പോഴും പാസ്റ്റ് പറയാതെ നെക്സ്റ്റ് എന്താണെന്ന് നോക്കി നമ്മൾ മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറഞ്ഞു തരാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്. ഞാൻ എന്റെ ലീഡർ കെന്റ് ചാട് എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പ ചാടും. ഇപ്പൊ പോലും RTC ആണ് ഞാനിപ്പോ. ഇപ്പൊ എന്റെ അപ്ലൈൻ ലീഡർ രാജു സാറ്, സജീന ലിഗൽ സാറ്, സാവിത്രി മാഡം ആ കെറ്റിലൊന്ന് ചാടിക്കുക 8 മണിക്ക് എന്ന് പറഞ്ഞ് ഞാൻ ചാടും. ചാടിയതിന് ശേഷം ചോദിക്കുക, എന്ത് പണിയാ സാറേ കാട്ടിയത്? മനസ്സിലായോ? പക്ഷെ അങ്ങനെ വേണം. അവിടെയാണ് വിജയം. നമ്മുടെ വിജയം അവിടെയാണ് നിൽക്കുന്നത്. അപ്ലൈൻ ലീഡർമാർ ഒരു കാരണവശാലും സംശയം, ഡൗട്ടോ ഉണ്ടാവരുത്. അവർ നിങ്ങളെ നന്നാക്കാനേ നോക്കുള്ളൂ. കാരണം ഈ ബിസിനസിന്റെ പ്ലാൻ എങ്ങനെയാണ്? ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന് നിങ്ങളെ പറ്റിക്കണം എന്നുണ്ടെങ്കിൽ പോലും പറ്റിക്കാൻ കഴിയൂല. കാരണം നിങ്ങൾ അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് റൈറ്റും ബിസിനസ് നിങ്ങളെ കയറ്റിയാൽ മാത്രമേ അദ്ദേഹത്തിന് കയറാൻ കഴിയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അവര് പറ്റിക്കില്ല. നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. നമ്മൾക്ക് ഒരുപാട് ബിസിനസ് പറ്റിക്കലൊക്കെ നമ്മൾ കണ്ടത് കൊണ്ട് നമ്മുടെ മൈൻഡിൽ പറ്റിക്കോ എന്ന് തോന്നുകയാണ്. സത്യത്തിൽ നിങ്ങളെ നന്നാക്കിയാലേ അവർക്കും കാശ് കിട്ടുള്ളൂ. അതുകൊണ്ട് അത് ഈ MLS മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഡയറക്ട് സെല്ലിങ്ങിൽ അങ്ങനെയാണ്. ഒരാളെ രക്ഷപ്പെടുത്തിയാൽ മാത്രമേ അപ്പൊ ബുദ്ധിയുള്ള ഒരു ലീഡർ ഒരിക്കലും പറ്റിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ബുദ്ധി ഇല്ലാത്ത ഏതെങ്കിലും ലീഡർമാര് പറ്റിച്ചാലായി. നിങ്ങളുടെ ലീഡർമാരൊന്നും ബുദ്ധി ഇല്ലാത്തവരല്ല എന്നുള്ളത് എനിക്കിപ്പോ മനസ്സിലായോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ബുദ്ധിയുള്ള ഒരു ലീഡർ ആരായാലും എന്താ ചെയ്യാ, നമ്മുടെ ലെഫ്റ്റ് റൈറ്റും ആള് വന്നു കഴിഞ്ഞാൽ അവർ 5000-നോ 10,000-നോ കൊണ്ടുവന്ന ആ 5000-10,000 പറ്റിച്ചാൽ മതിയോ? അതോടെ നിൽക്കും. ആ ബിസിനസ് അവിടെ നിൽക്കും. എത്ര തവണ ഒരാളെ പറ്റിക്കാൻ പറ്റും? 1 തവണ 2 തവണ അല്ലെ? അത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ബിസിനസ് നിർത്തും. അപ്പൊ ആർക്കാ നഷ്ടം? അദ്ദേഹത്തിനാണ് നഷ്ടം. നിങ്ങളെക്കാട്ടിയും കൂടുതൽ നഷ്ടം നിങ്ങളുടെ അപ്ലൈൻ ലീഡറിന് തന്നെയാണ്. കാരണം നിങ്ങളെ വെച്ചിട്ട് വേണം അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയെടുക്കാൻ. എന്നെ കിട്ടിയത് കൊണ്ടാണ്, ഞാൻ എന്ന ഒരു വ്യക്തിയെ കിട്ടിയത് കൊണ്ടാണ് എന്റെ അപ്ലൈൻ ലീഡർമാരായിട്ടുള്ള രാജു സാർക്കും സജീൻ അല്ലിക്കൽ സാർക്കും 9 കോടി ബിസിനസ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ ബുദ്ധിയുള്ള ലീഡർമാർ എന്താ ചെയ്യാ? അവരെ പറ്റിക്കില്ല. 5000-നോ 10,000-നോ പറ്റിക്കല്ല ചെയ്യാ. അവരിലൂടെ ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അവരെ വളർത്തിക്കൊണ്ട്. അങ്ങനെയാണ് ഓരോ ലീഡറും ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കുന്ന ലീഡർമാരെയാണ് നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വെറുതെ ഡൗട്ട് അടിക്കുന്നത്. കുത്തിയൊക്കെ ചില ആളുകൾ ചോദിക്കും, അതെന്താ അങ്ങനെ, അങ്ങനെയില്ല. നിങ്ങൾ പഠിക്കുന്ന നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ അപ്ലൈൻ ലീഡർമാർ നോക്കും.
പഠിച്ചതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ചാരി നിൽക്കരുത്, എപ്പോഴും അപ്ലൈൻ ലെറ്റർ നോക്കുന്ന വിചാരിക്കരുത്. ഇത് നമ്മുടെ സ്വന്തം ബിസിനസ് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ട്രെയിനിങ്ങുകളും മീറ്റിങ്ങുകളും ഒക്കെ അറ്റൻഡ് ചെയ്ത് നമ്മൾ പതുക്കെ പതുക്കെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കണം. അങ്ങനെ പഠിച്ച് ചെയ്യേണ്ട ബിസിനസ് ആണിത്. നല്ല രീതിക്ക് നിങ്ങൾ ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്ലൈൻ ലെറ്ററിന് ഒരു കാരണം വെച്ചാൽ ഡൗട്ട് അടിക്കരുത്. ഇനി ചില അപ്ലൈൻ ലെറ്റർമാരുണ്ട് കേട്ടോ, എല്ലാരും സാവിത്രിമാരുടെ അപ്ലൈൻ ലെറ്ററിനെ പറഞ്ഞു അവര് പറഞ്ഞേ കേൾക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പോകരുത്. ചില അപ്ലൈൻ ലീഡർമാരുണ്ട്, അവരെന്താ ചെയ്യാ, നമ്മളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരും, എന്നിട്ട് നമ്മളവിടെ എല്ലാ ഉത്തരവാദിത്വങ്ങളും പറയും. അവർക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. ഇപ്പൊ മനസ്സിലായോ? അവർ പിക്ചറിലേ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, എന്റെ ലീഡർ ഇല്ലല്ലോ അപ്പൊ ഞാനും ചെയ്യണ്ടെന്നല്ല. നമുക്കൊരു അവസരം അദ്ദേഹത്തിലൂടെ കിട്ടിയിട്ടുണ്ട്, അദ്ദേഹത്തിന് നന്ദി പറയുക. എന്നിട്ട് എന്ത് ചെയ്യാ, ആരാണോ അതിന്റെ മുകളിലത്തെ അപ്ലൈൻ, നമ്മളെ സഹായിക്കുന്ന അപ്ലൈൻ, അവരുടെ വാക്കുകൾ കേൾക്കാൻ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് ഒരാൾക്ക് വിജയിക്കണ്ടെന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ടുവന്ന ആൾക്ക് രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം ഇല്ലെങ്കിൽ, നമുക്ക് ആ ആഗ്രഹം ഉണ്ടെങ്കിൽ, എന്റെ അപ്ലൈൻ ലെറ്റർ ഇല്ല എനിക്ക് സത്യത്തിൽ. എന്നെ കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ഹോം മീറ്റിംഗ് വെച്ച ആ കുട്ടിയാണ് എന്റെ അപ്ലൈൻ ലെറ്റർ ആയിട്ട് വരേണ്ടത്. ആ മീറ്റിംഗിലാണല്ലോ ഞാൻ ജോയിൻ ചെയ്തത്. അപ്പൊ ആ കുട്ടി ഇപ്പൊ പിക്ചറിലേ ഇല്ല, ആ കുട്ടി ഇപ്പൊ പണിക്ക് പോവുക. മനസ്സിലായോ? ഇപ്പൊ സാവിത്രി കാറിൽ പോകുമ്പോ ആ കുട്ടി പണിക്കാണ് പോകുന്നത്. ഇതാണ് മാറ്റം. അപ്പൊ അപ്ലൈ ലെറ്റർ ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ ചെയ്യണ്ടെന്നില്ല. നമുക്ക് ആവശ്യക്കാരാണെങ്കിൽ നമുക്ക് ചെയ്യാം. ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ നന്നായിട്ട് നോക്കുന്ന അപ്ലൈൻ ലീഡർമാരാണെങ്കിൽ അവരുടെ വാക്കുകൾ മാത്രം കേട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ഒരിക്കലും നിങ്ങളെ കൊണ്ട് കുണ്ടൽ ചാട്ടിക്കില്ല എന്നുള്ള ആത്മവിശ്വാസത്തോട് പോവുക. അതുപോലെ കമ്പനി എത്ര നന്നായിട്ടും കാര്യമില്ല, അതുപോലെ പ്രൊഡക്റ്റ് എത്ര നന്നായിട്ടും കാര്യമില്ല. അതൊക്കെ നല്ലതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഇത് നേരെ ഓപ്പോസിറ്റ് പറയുന്നത്. അപ്പൊ കമ്പനി നന്നായത് കൊണ്ട് നമുക്ക് ആർക്കും ഒരു ഗുണവുമില്ല, പ്രൊഡക്റ്റ് നല്ലതായത് കൊണ്ട് നമുക്ക് യാതൊരു ഗുണവുമില്ല, അപ്ലൈ ലെറ്റർ നല്ലതായിട്ട് നമുക്കൊരു ഗുണവുമില്ല. ആര് നന്നാവണം? ആരാ നന്നാവണ്ടേ? നമ്മൾ ഓരോരുത്തരും നമ്മൾ വിചാരിക്കണം, നമ്മൾ രക്ഷപ്പെടണം എന്നുള്ളത്. നിങ്ങളുടെ അപ്ലൈ ലെറ്റർ വിചാരിച്ചാൽ നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയൂല. കമ്പനി വിചാരിച്ചാൽ നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയൂല. എത്ര നല്ല പ്രൊഡക്റ്റ് ആയിട്ടും കാര്യമില്ല. പക്ഷെ നമ്മൾ ഏറ്റെടുക്കണം. നമ്മളെ ആരാണോ ഇത്ര നന്നായിട്ട് ഏറ്റെടുക്കുന്നത് അവർക്കാണ് വിജയം ഉള്ളത്. ഒരു തവണയെ നിങ്ങൾ വിജയിക്കണ്ടു, തോൽക്കും. വിജയിക്കാൻ പെട്ടെന്ന് ഒരു ദിവസം വിജയം എത്തില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നല്ല നല്ല ആളുകളെ, PT ഉഷ അല്ലെ, സ്പോർട്സിലായിക്കോട്ടെ, ക്രിക്കറ്റിലായിക്കോട്ടെ, സിനിമാ മേഖലയിലായിക്കോട്ടെ, ഏത് മേഖലയിലായിക്കോട്ടെ, നിങ്ങൾ ഒന്ന് നോക്കിയേ, പെട്ടെന്ന് ഒരു ദിവസം വിജയം വന്നിട്ടുള്ള ആരെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വിജയിച്ച ആളുകളെ നിങ്ങൾ കാണുമ്പോൾ അതിന്റെ പിന്നാമ്പുറത്തെ കഥകൾ ഒരുപാടുണ്ട്. അവരുടെ പ്രവർത്തനമുണ്ട്, അവരുടെ സമയം ചെലവഴിച്ചിട്ടുണ്ട്, അവർ ഒരുപാട് ഹാർഡ് വർക്ക് അതിൽ ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഒരു ദിവസം കയ്യടികളോടുകൂടെ ആഘോഷിക്കുന്നത് നമ്മൾ കാണുന്നത്. അപ്പൊ അതുപോലെ ഒരു ദിവസം നമുക്കുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക, തിരിച്ചറിയുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾക്ക് സമയമാണ് പണം എന്നാണ് ഞാൻ എപ്പോഴും പറയുക. സമയത്തിനെ പണമാക്കി മാറ്റേണ്ടത് നമ്മുടെ ആവശ്യമാണ്. സമയം അധികം നമ്മുടെ മുന്നിലില്ല. നമ്മളൊന്നും പഠിച്ച് +1ഉം +2ഉം കഴിഞ്ഞിട്ട് നേരെ ജോലിക്ക് കയറിയവരല്ല. MLA കയറിയവരൊക്കെ എല്ലാരും 30ഉം 40ഉം 50ഉം 60ഉം 70ഉം വയസ്സിൽ വന്നിട്ടുള്ളവരാണ്. അപ്പൊ നമ്മുടെ മുന്നിൽ കുറച്ച് സമയമേ ഉള്ളൂ. ആ കുറച്ച് സമയം നല്ല ആളുകൾക്ക് നല്ല അവസരങ്ങൾ കൊടുത്ത്, നല്ല ആളുകൾക്ക് നമുക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ അസുഖങ്ങൾ മാറ്റി, നമ്മുടെ കുടുംബത്തിലെ പട്ടിണി മാറ്റി, നമ്മൾ ആശിച്ചത് വാങ്ങുന്നവരല്ല അല്ലെ, കിട്ടേണ്ടത് വാങ്ങുന്നവരല്ല, നമ്മള് ആഗ്രഹിച്ചത് വാങ്ങേണ്ട ആളുകളായി നമ്മൾ മാറണം. അപ്പൊ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ നാട്ടിനും നമ്മുടെ കൂടെ ചുറ്റുമുള്ള ആളുകൾക്കും നമുക്ക് ഒരുപാട് ആളുകളെ വളർത്താനും ഒക്കെ നിങ്ങൾ മാത്രം ഏറ്റെടുത്താൽ മതി. നിങ്ങൾ നന്നായാൽ നമ്മുടെ ചുറ്റും നന്നാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ ഒരാളിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ആളുകളിലേക്ക് ഈ അവസരം കൊടുക്കാനും ഒരുപാട് ആളുകളെ വളർത്തിയെടുക്കാനും നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ വാങ്ങുന്നതിന്റെ ഒപ്പം തന്നെ അവരെയും വാങ്ങിച്ച് നിങ്ങൾക്ക് ഒരുപാട് കുടുംബത്തിലെ ഒരു മാതൃകയാവാനും, നാളെ നമ്മുടെ വീട്ടിൽ നമ്മളെ ഒരു ഫോട്ടോ കണ്ട ഇത് ഇന്ന ആളായിരുന്നു എന്ന് പറയാനുള്ള ഒരു എന്താ പറയാ, ഒരു ആധാരവും കൂടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടായിരിക്കും MLA പുറത്തു പോവുക എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പൊ ചെയ്യണമെങ്കിൽ ഇപ്പൊ മറ്റേ ഇത് ഞാൻ വായിച്ചിട്ടുണ്ട്, എന്താ പറയാ, ഒന്നോ ഇത് നന്നായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഓടി ചെയ്യുക, അല്ലെങ്കിൽ ഇഴഞ്ഞെങ്കിലും ചെയ്യാന്ന് പറഞ്ഞ പോലെ ഇഴഞ്ഞിട്ടെങ്കിലും ചെയ്യാം. നമ്മൾക്ക് എപ്പോഴും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഉഷാറാണ്. നമ്മൾ 40 വർഷം ഒരു പണി ചെയ്യാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരാളുടെ കീഴിൽ പോയി
നിന്നിട്ട് 4 വർഷം നമുക്ക് വേണ്ടി പണിയെടുക്കാൻ പറഞ്ഞ ആർക്കും സമയമില്ല. ആർക്കും പരാതികളും ബുദ്ധിമുട്ടുകളുമാണ്. ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളിലൂടെ മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വിജയിച്ച ആളുകളാണ് ഞങ്ങൾ ഓരോരുത്തരും. നിങ്ങളെക്കാട്ടി ഒരുപാട് ഞങ്ങളൊക്കെ ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികളോട് നിങ്ങൾ പറയാറില്ലേ അമ്മമാര്, നിങ്ങൾ ഇതിൽ കൂടുതൽ അമ്മമാരാണ്, എന്താ പറയാ, നിങ്ങൾക്ക് കിട്ടിയ സുഖമൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കേട്ടോ, നിങ്ങളുടെ സൗകര്യമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ എന്ന് നമ്മൾ പറയാറില്ലേ നമ്മുടെ മക്കളോട്? ഇതേ തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്കിപ്പോ എന്താ പറയാ സൗകര്യങ്ങൾ കൂടി, ഞങ്ങൾക്കൊന്നും നിങ്ങളുടെ അത്രയും പോലും സൗകര്യങ്ങൾ ഇല്ലാത്ത സമയത്താണ് നമ്മൾ ഇതിൽ പിടിച്ചു നിന്നതും വളർന്നു വന്നതും. അത് അത്രയൊന്നും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും നിങ്ങളുടെ മുന്നിൽ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനില്ല. നിങ്ങൾ തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ തീരുമാനമെടുക്കുക, നല്ല തീരുമാനങ്ങൾ എടുത്ത് നിങ്ങൾക്ക് നല്ല വിജയങ്ങൾ ഉണ്ടാക്കാൻ, ഇന്നത്തെ ഈ ഒരു ദിവസം നല്ല തീരുമാനങ്ങൾ എടുക്കാനും ഉറച്ച വിശ്വാസത്തോടു കൂടെ മുന്നോട്ട് പോകാനും പറ്റണം. നമുക്ക് നമ്മളെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത്. നമ്മളെ തന്നെയാണ് ഏറ്റവും കൂടുതൽ വിശ്വസിക്കേണ്ടത്. ബാക്കിയെല്ലാം നമ്മളെ വാനെ നടന്നോളും. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, കൃത്യനിഷ്ഠതയും സത്യസന്ധതയും ആത്മാഭിമാനവും ഉള്ളവ ഏതൊരാൾക്കും ഈ ഒരു ബിസിനസ് നല്ല രീതിക്ക് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾ എല്ലാവർക്കും ഈ ഒരു ബിസിനസ് നല്ല രീതിക്ക് ഏറ്റെടുക്കാനും നല്ല വളർച്ച ഉണ്ടാക്കാനും ഒരുപാട് കുടുംബങ്ങളിലേക്ക് ഈ ബിസിനസ് എത്തിക്കാനും ഒരുപാട് പേരുടെ അസുഖങ്ങൾ മാറ്റി കൊടുക്കാനും ഒരുപാട് പേർക്ക് നല്ല വഴി കാണിച്ചു കൊടുക്കാനും നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു ദിവസം ഇന്നത്തെ ഒരു തീരുമാനമാവട്ടെ എന്ന് ഒരിക്കൽ കൂടെ ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.